നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഭീഷണി ഭയന്ന സർക്കാരിനെതിരെയുള്ള ചോദ്യം പിൻവലിച്ച് അമ്പലപ്പുഴ എംഎൽഎ. സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട് സംബന്ധിച്ച നിയമസഭയിലെ ചോദ്യമാണ് ഭരണകക്ഷി എംഎൽഎ ആയ എച്ച് സലാം പിൻവലിച്ചത്. ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും അവരുടെ രാഷ്ട്രീയ ബന്ധവും വ്യക്തമാക്കണമെന്ന ചോദ്യമാണ് അമ്പലപ്പുഴ എംഎൽഎ ആയ എച്ച് സലാം പിൻവലിച്ചിരിക്കുന്നത്. പിന്നിൽ പാർട്ടി സമ്മർദ്ദമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. എന്നുവെച്ചാൽ രായാവിനെ ചോദ്യം ചെയ്യാൻ നിന്നാൽ അത് നടക്കില്ല എന്ന് ചുരുക്കം. പണ്ടത്തെ ചോരത്തിളപ്പുള്ള സഖാവ് പിണറായി തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നും ചുരുക്കം. വേണമെങ്കിൽ കയ്യാങ്കളിക്ക് പോലും മുഖ്യമന്ത്രി തയ്യാറാകും എന്നതിനാൽ അധികം ചെറുത്തു നിൽക്കാൻ എംഎൽഎയും നിന്നിട്ടില്ല. അതാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ കണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭീഷണിയെ ഭയന്ന അമ്പലപ്പുഴ എംഎൽഎ ആയ എച്ച് സലാം സർക്കാരിനെതിരെ ഉന്നയിച്ച ചോദ്യങ്ങൾ അതേപോലെ തന്നെ പിൻവലിച്ചിരിക്കുന്നു. ബാങ്കുകളടക്കം സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട്, ഭരണസമിതിയും രാഷ്ട്രീയ ബന്ധവും, സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്നിവയെല്ലാം അന്വേഷിച്ച് എച്ച് സലാം ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. 10 ദിവസം മുമ്പ് നിയമസഭാ സെക്രട്ടറിക്ക് നൽകിയ ചോദ്യം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ 793 നമ്പറിട്ട് ഉൾപ്പെടുത്തി. ഇതനുസരിച്ച് സഹകരണ വകുപ്പ് വിവരം ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കരുവന്നൂരും കണ്ടലയും പോലുള്ള വിവാദ സ്ഥാപനങ്ങളുടെ അടക്കം വിശദാംശങ്ങൾ പുറത്തു വന്നാലുള്ള അപകടം തിരിച്ചറിഞ്ഞാണ് പിന്നീടുള്ള നടപടിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. നിയമസഭാ സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയ്ക്ക് ശേഷം നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ഈ ചോദ്യം പിൻവലിച്ചു എന്നത് ശ്രദ്ധേയം. അച്ചടിക്ക് പ്രസിദ്ധീകരിച്ച ചോദ്യാവലിയിൽ നിന്ന് ഈ ചോദ്യം കാണാനില്ല. ക്രമക്കേട് കണ്ടെത്തിയ ഭരണസമിതിയിലേറെയും UDF ഭരണസമിതികളിൽ നിന്ന് നേരത്തെ സഹകരണ വകുപ്പിന്റെ കണക്കിനെ പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കിയ ചോദ്യം ചോദിച്ചതിലെ അതൃപ്തിയും നേതൃത്വത്തിന് ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന എച്ച് സലാം ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും മുഖ്യമന്ത്രിയുടെ ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള ചോദ്യങ്ങൾ പിൻവലിച്ചത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്.